അപ്പോൾ സിത്താരയുടെ ഞാനൊരു ഫോട്ടോഷൂട്ട് കണ്ടാണ്, ഭയങ്കര ഒരു ഇൻറ്റിമേറ്റ് ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ലൈക്ക് മെയിൽ ഇൻറ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ക്രിട്ടിസൈസ് ചെയ്യാറില്ല. ഫീമെയിൽ ചെയ്യുമ്പോൾ മിക്കപ്പോഴും ആൾക്കാർ ഭയങ്കര ക്രിട്ടിസൈസിങ് ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ വല്ലതും നേരിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു അഭിപ്രായം? കുറെ നാളെ മുൻപ് ചെയ്ത ഒരു ഫോട്ടോഷൂട്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. സോ ഷീ ഈസ് ടോക്കിംഗ് അബൌട്ട് എ ലെസ്ബിയൻ ഒരു ഫോട്ടോഷൂട്ട്, ഒരു ലിപ് ലോക്ക് സീൻ ആയിരുന്നു. എനിക്ക് മോശമായിട്ടൊരു മെസ്സേജ് വരികയോ എന്നെ തെറി പറഞ്ഞുകൊണ്ടൊരു ഇൻബോക്സിലേക്ക് വരികയോ ഒരു കമൻറ്റ് വരികയോ എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല കേട്ടോ. എനിക്ക് വന്നൊക്കെ ഹാപ്പി മാരീഡ് ലൈഫ് അതെ, ആ ഒരു ട്രെൻഡായിരുന്നു. അതെ, ആ ഒരു സമയത്ത് ആ ഒരു ട്രെൻഡായിരുന്നു. എനിക്ക് വന്ന മെസ്സേജ് ഹാപ്പി മാരീഡ് ലൈഫ്. ഒരു ചെക്കൻ എനിക്ക് മെസ്സേജ് ചതിക്കുകയായിരുന്നില്ല ഞങ്ങൾ ആണുങ്ങളെ. എനിക്കറിയാം അങ്ങനെയൊന്നുമില്ല. കൊറേ പേരുന്ന ക്രഷായിരുന്നു, അത് തകർന്നു അത് അറിയാൻ മേല. ഹാപ്പി മാരീഡ് ലൈഫ് ഒന്നും ചതിച്ചല്ലോ ഭഗവതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒക്കെ ആയിരുന്നു. അത് ആരും അങ്ങനെ മോശം പറഞ്ഞിട്ടില്ല. പക്ഷെ പൊതുവെ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ പൊതുവേ നോക്കുമ്പോൾ മിക്കപ്പോഴും ഒരു ഫീമെയിൽ കമ്മ്യൂണിറ്റി അതിന് ലൈക്ക് ഇൻറ്റിമേറ്റ് ചെയ്യുന്ന കഴിയുമ്പോൾ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കാറുണ്ടോ? ലൈക്ക് അത് ശരിയാണ് അങ്ങനെ ഒരു മനോഭാവം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇപ്പൊ നോക്കുമ്പം ഫീമെയിൽസിന് മാത്രമല്ല ആര് ചെയ്താലും എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യും. ഇപ്പം അങ്ങനെ നമ്മളെ ഇക്വാളിറ്റിക്ക് വേണ്ടി പൊരുതി ഇപ്പൊ ആ ക്രിട്ടിസൈസ് ചെയ്യുന്നതിലും എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഇപ്പൊ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കുറെ ഇഷ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പം സ്ത്രീകൾ നേരിടുന്നതെന്നല്ല എല്ലാവരും നേരിടുന്നു. നമുക്ക് സ്ത്രീകൾക്കെന്ന് മാത്രമല്ല ആണുങ്ങളായിക്കോട്ടെ എല്ലാവരും പ്രശ്നങ്ങൾ നേരിടുന്നു. ആൻഡ് ഇപ്പോഴത്തെ ഒരു അഡ്വാൻറ്റേജ്, നല്ലൊരു കാര്യം, ഒരു ചേഞ്ച് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും അതിനെപ്പറ്റി ചർച്ചയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആരും അധികം അങ്ങോട്ട് ബയാസ്ഡ് ആയിരുന്നു, അത് മാറി വരുന്നതായിരിക്കാം. അതുപോലെ തന്നെ ഇപ്പൊ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇപ്പൊ നമ്മൾ പണ്ട് മുതലേ ഇപ്പം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് വാക്കിലെടുത്തോണ്ട് അങ്ങനത്തെ ബസ്സിലുള്ള അതിക്രമങ്ങൾ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് നടക്കുന്നുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആൺകുട്ടികളുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവർക്കും പറയാനുണ്ടായിരിക്കും ഒരുപാട് കഥകൾ അവർക്ക് പറയാനുണ്ട്. ജസ്റ്റ് ലൈക്ക് നമുക്ക് പറയാനുള്ളത് പോലെ എല്ലാവർക്കും ഒരു കഥ പറയാനുണ്ട്. അല്ലാണ്ട് പെണ്ണിനൊരു കഥ പറയാനുണ്ട്, ആണിനൊരു കഥ പറയാനുണ്ട്, എല്ലാവർക്കും. അപ്പോൾ സിത്താരയ്ക്ക് ഇപ്പൊ ആങ്കറിങ് ആണ് മെയിൻലി സിത്താര ചെയ്യുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അപ്പൊ മൂവി എന്നുള്ളത് എപ്പോഴും ഉള്ള ആഗ്രഹമായിരുന്നു? ആഗ്രഹം എന്ന് പറയുമ്പോ അതെ, ചെറുപ്പം മുതലേ ഒരു അവസരം കിട്ടി ചെയ്ത് കാണിക്കാം അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഉള്ളത്. ഇപ്പം മോണോ ആക്ട് ചെയ്യാനാണെങ്കിലും നാടകം ചെയ്യാനാണെങ്കിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്നെ സ്കൂൾ ടൈമിൽ ഏറ്റവും കൂടുതൽ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നത് നിർമ്മൽ സിസ്റ്റർ ആയിരുന്നു. നാടകത്തിന്റെ കാര്യത്തിലാണെങ്കിലും ആർട്സിന്റെ കാര്യത്തിലൊക്കെ ആൾക്കാരെ സെലക്ട് ചെയ്യുന്ന സിസ്റ്റർ അന്നേ എന്നെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു ഇത് പറഞ്ഞിട്ട്. നല്ലൊരു ഭാവി. പക്ഷേ ഇവിടെ വരെ എത്തുമെന്നൊന്നും ഒരിക്കലും കരുതിയിട്ടില്ല കേട്ടോ. കോളേജിൽ പഠിക്കാനായിട്ട് അമൃതയിലേക്ക് വന്നു കഴിയുമ്പോൾ ആങ്കറിങ് സ്റ്റാർട്ട് ചെയ്യുന്നോ, അതും അല്ലെങ്കിൽ ആങ്കറിങ്ങിലൂടെ സിനിമയിൽ എത്തുന്നോ, അങ്ങനെ ഇങ്ങനെ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുമെന്നോ ആ സ്റ്റേബിൾ ആയതിലൂടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുമെന്നോ ഒന്നും കുഞ്ഞിലെ വിചാരിച്ചിട്ടൊന്നുമില്ല. ആ ഒരു നാട്ടും പുറത്ത് ഒതുങ്ങി പോകുന്നു. എൻ്റെ അമ്മ പണ്ട് പറയായിരുന്നു, എന്തെങ്കിലും BCA എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബാങ്കിലൊക്കെ ജോലി കിട്ടി ഒരു 10-22 വയസ്സാകുമ്പോഴത്തേക്കും സിത്താരനെ കെട്ടിച്ചു വിടാന്നുള്ള ഇതിലാണ്. ഞാൻ കേട്ടിട്ടുണ്ട്, കുഞ്ഞായിട്ടിരിക്കുമ്പം ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് കേൾക്കുമ്പോൾ. എനിക്കിപ്പോഴും ആ പറയുന്നത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. കാരണം അധികം സംസാരിക്കില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഒരുപാട് കാര്യങ്ങളൊന്നും ആരും ഷെയർ ചെയ്യില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ആ ഇത് ഉള്ളിലെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോ എന്റെ ആഗ്രഹം ഇതാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഇരുന്നുണ്ടെങ്കിലും താങ്ക് ഗോഡ് അങ്ങനെ ആയിപ്പോയില്ലല്ലോ. ഇഷ്ടപ്പെടാത്തൊരു ലൈഫ് ജീവിക്കേണ്ടി വന്നില്ലല്ലോ. എൻറ്റയർലി ഡിഫറെന്റ് ആയില്ലേ. ഇഷ്ടപ്പെട്ട ലൈഫ് തന്നെയാട്ടോ ഞാൻ ജീവിക്കുന്നത്.